ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. മെയ് 8 ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് വേനൽമഴ ശക്തിപ്പെടും എന്ന വിവിധ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങളുടെ പ്രവചനത്തെ സാക്ഷാത്കരിച്ച് ഇന്നലെ മുതൽ വേനൽമഴ കനത്തു. കനത്ത ചൂട് തുടരുന്നതിനിടെ ലഭിച്ച വേനൽമഴ വലിയ ആശ്വാസമാണ് നൽകിയത്. തെക്കൻ കേരളത്തിലാണ് ഇന്നലെ ആദ്യമായി ശക്തമായ മഴ ലഭിച്ചു തുടങ്ങിയത്. ഇടുക്കിയിലെ തൊടുപുഴയിലാണ് ആദ്യം മഴ ലഭിച്ചത്. തുടർന്ന് തെക്കൻ കേരളത്തിലെ മറ്റു ജില്ലകളിലേക്കും മഴ വ്യാപിച്ചു. കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ തുടർന്നുള്ള മണിക്കൂറുകളിൽ ശക്തമായ മഴ ലഭിച്ചു. രാത്രി 12 മണിയോടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ വേനൽമഴ എത്തി. മഴക്കൊപ്പം ശക്തമായ ഇടിമിന്നലും കാറ്റും പലയിടത്തും ഉണ്ടായിരുന്നു. ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് വേനൽമഴ കനക്കുമെന്നും ഇടിമിന്നലും കാറ്റും ഉണ്ടാകുമെന്നും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ നേരത്തെ അറിയിച്ചിരുന്നു. ഇക്കാര്യം ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്നലെ യെല്ലോ അലർട്ട് നൽകുകയും ചെയ്തിരുന്നു. അതേസമയം കനത്ത മഴയും കാറ്റിനെയും തുടർന്ന് വിവിധയിടങ്ങളിൽ മരം വീണും മറ്റും ഗതാഗത തടസ്സം ഉണ്ടായി. പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലാകുകയും ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.